subscribe and bell. Yes. The bell. That's it? Thank you. No problem. Thank you so much. Tell my friend to. Yeah, thank you so much. ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു അശ്വിൻ ടോക്സ്. ഇന്ന് നമ്മളുള്ളത് സെൻറ്റ് ഗ്യാദറിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്, ക്രിസ്മസ് മാർക്കറ്റ്. അതെങ്ങനെയാണ് സംഭവം, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടെ ആക്ച്വലി കുറേ ആൾക്കാരുണ്ട്. രാവിലെ തുടങ്ങിയതാണ്, ഇപ്പം നമ്മൾ ഏകദേശം ഉച്ചയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് കണ്ടിരിക്കാനായിട്ട് വന്ന ക്രിസ്മസ് മാർക്കറ്റ് എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണല്ലോ. ഈ കാണുന്നതൊക്കെ ഇവിടെ വന്ന ആൾക്കാരുടെ വണ്ടികളാട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഹോളിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി നടക്കണമെന്നാണ്. അപ്പോൾ ആക്ച്വലി എന്തായാലും നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ള പരിപാടികൾ, എന്താണ് ഇതിൻ്റെ പരിപാടികൾ എന്ന് മൊത്തം നമുക്കൊന്ന് കാണാമല്ലോ. നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഹോൾ കാണാം, മെറിറ്റൻ കമ്മ്യൂണിറ്റി സെൻറ്റർ കണ്ടു. ഇതിൻ്റെ അകത്താണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുഡ് ട്രക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫുഡിൻ്റെ ട്രക്കൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഹോളിഡേ മാർക്കറ്റ്, ഇതിൻ്റെ കൂടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ടൈം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ തീമിൽ ബലൂൺ ആർച്ച്, അതിൻ്റെ ടേബിളുമ്പോൾ ഒരു ഗിവ് അവേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്ത് ക്രിസ്മസിൻ്റെ ട്രീ, അങ്ങനത്തെ എയർ നിറച്ച് വെച്ച കാര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ റിസപ്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴും വലിയൊരു ആർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അത് ഗ്രീൻ റെഡൊക്കെ ആയിട്ട് ക്രിസ്മസിൻ്റെ തീം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ സത്യം പറയാമല്ലോ, എൻ്റെ കിളി മൊത്തം പോയി. എൻ്റെ മനസ്സിലുണ്ടായ സങ്കല്പത്തിലുള്ള ക്രിസ്മസ് മാർക്കറ്റേ അല്ല ഞാൻ അവിടെ കണ്ടത്. കയറി ചെന്നപ്പോൾ തന്നെ 1 കോടി ചാംസ് വെച്ചിട്ടുണ്ട്. ചാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ബാഗുമ്മയോ അല്ലെങ്കിൽ ഡ്രസ്സുമ്മയൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനമാണ്. ചിലത് കാന്തത്തിൻ്റെ ഉണ്ട്, ചിലത് ഇങ്ങനെ ഞെക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ചും കൂടി നീങ്ങിയപ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പിലും പെരുന്നാൾ പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ കുറേ കടകൾ, സ്റ്റിക്കറിൻ്റെ കടകൾ, ടോയ്കൾ, എന്തെന്ന് പറയുന്നത് നമ്മൾ നാട്ടിലൊരു പൂരോ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വന്ന് എങ്ങനെയുണ്ടാവും അമ്മാതിരി ആ സാധനങ്ങളൊക്കെ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കയറ്റിച്ചിട്ട് ഇവർ പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റാണ്. എനിക്കിത് കണ്ടിട്ട് തലയ്ക്ക് പ്രാന്തായി. പിന്നെ പൈസയൊന്നും ഇല്ല, ഫ്രീ അല്ലേ. അവിടെ ചെന്നപ്പോൾ ഇവിടെ എവിടെ ചെന്നാലും ഈ പെറ്റ് ഫുഡ് ഉണ്ടാവും. ഈ പൂച്ചേരിയും പട്ടേരിയും നല്ല അതിൻ്റെയും ഇതൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന അവരെ ഫുഡുകളാട്ടോ. ഇതിൽ നമ്മുടെ ആടിൻ്റെ ചെവിയൊക്കെ ഉണക്കിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ 250, ഒരു ചെവിക്ക് 250. ഇത് എനിക്ക് തോന്നുന്നു ബീഫിൻ്റെ കുടലോ സംതിങ് എന്താണ്. ഇപ്പുറത്തുള്ളത് പശുവിൻ്റെ ഒരു ബീഫ് എന്ന് കൊടുത്താണ്. എനിക്ക് തോന്നുന്നു പശുവിൻ്റെ മൂരിയിലൊക്കെ ചെവിയാണത്. പിന്നെ കോഴിക്കാല്, പിന്നെ പോർക്കിൻ്റെ ചെവി, ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലുള്ള സാധനങ്ങൾ കേട്ടോ. ഈ പട്ടിക്കും പൂച്ചയ്ക്കും. പിന്നെ നോക്കിയാൽ നമ്മൾ ഉത്സവപ്പറമ്പിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന പോലത്തെ മുത്ത് ഇട്ട ബാംഗിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ്, പൊട്ട്, വള, മാല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഇത് ക്രിസ്മസ് മാർക്കറ്റായിട്ട് ഇതൊക്കെ എന്തെങ്കിലും ബന്ധമെന്ന് മനസ്സിലായില്ല. ഈ ക്രിസ്മസ് സാന്താക്ലോസ് വരുമ്പോൾ കിട്ടുന്ന നിൽക്കുകയാണെന്ന് അറിയില്ല. പിന്നെ ഇങ്ങോട്ട് കുറച്ച് നീക്കുമ്പോൾ ഇവിടെ കുറേ തിരികൾ, മെഴുകുതിരി വെച്ചാണ് പല കളറിൽ, പല സ്മെല്ല്. അതായത് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് കൂടുതൽ, സ്ട്രോബെറി, ബ്ലൂബെറി, വാട്ടർ മിലൺ, അങ്ങനെ കുറേ എണ്ണം. പിന്നെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ അതേ കിടക്കുന്നത് കുറേ പാവകൾ, ടോയ്കൾ. ഇതൊക്കെ കണ്ടിട്ട് ഏതാണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉത്സവ പറമ്പും പെരുന്നാൾ പറമ്പിലെ കടകളൊക്കെ എടുത്തിട്ട് ഹോളിക്ക് ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. പിന്നെ കണ്ടതാണ് ഈ സംഭവം കേട്ടോ. ഇത് ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്യുന്നതാണ്. ഞാനിത് ആദ്യമായിട്ട് കാണണേ, കുറേ മുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കൂടി കണ്ടു. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിസൈനിൽ അവർ നമ്മുടെ ടീഷർട്ടിനെ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാനിത് പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് $30. നമ്മൾ ഷോപ്പിൽ പോകുകയാണെങ്കിൽ 2 എണ്ണം $30 കിട്ടും. അപ്പോൾ പിന്നെ അതിർത്തില്ലേ, കുറച്ച് നേരം ഇത് ചെയ്യേണ്ടതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. സാധനം പ്രിൻ്റ് അടിച്ച് സാധനം എത്തിയിട്ടാ. ഇത് വേറൊരു കസ്റ്റമർ കൊടുത്തതാണ്. ആ പ്രിൻ്റ് അടിച്ച് സാധനം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഉണ്ട്, അത് പോവും. പിന്നെ ഇത് എടുത്ത് നേരെ മടക്കി എടുത്ത് അവർക്ക് കൊടുത്തു കേട്ടോ. ഈ കാണുന്നതൊക്കെ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് കൊടുക്കാം. ഈ ഇതിലിരിക്കുന്നതൊക്കെ ഓരോ പ്രിൻ്റുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് പ്രിൻ്റും പിന്നെ ഇപ്പുറത്ത് കുറേ ലെറ്ററുകളുണ്ട്. അത് അതിനനുസരിച്ച് പൈസ മാറി വരും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇതാണ്. പിന്നെ കണ്ടത് നമ്മുടെ നേപ്പാളിലെ ചേട്ടൻ കേട്ടോ. ഇത് മൊത്തം ചെമ്പ്, വെങ്കലം, അങ്ങനത്തെ ഓരോ സാധനം കൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങൾ, ശിവൻ്റെ, ഗണപതി, പിന്നെ അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പേരുകളൊന്നും എനിക്കറിയില്ല.
ഇതും ഒരു സംഭവമാണ്. നേപ്പാളിൽ ബുദ്ധിസ്റ്റുകൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഞാൻ വെച്ചത് വല്ല കത്തി കടാരയൊക്കെ വെച്ചാൽ അങ്ങനത്തെ എല്ലാം. ഇതിന് വേറെ എന്തോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ചെമ്പും വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടുന്നൊക്കെ ആൾ പറഞ്ഞത്. നമുക്ക് വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുത്തി വയ്ക്കാം. പിന്നെ കണ്ടതാണ് ഈ കുറേ സാധനങ്ങൾ. ഇതൊക്കെ എന്തിനാണെങ്കിൽ വലിയ പിടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് കൈമ കിട്ടുന്ന ഒരു എന്ന് പറയാം വള പോലത്തെ ഒരു സാധനം. ഇതൊക്കെ പണ്ട് നാട്ടിൽ ഞാനൊക്കെ ഉപയോഗിച്ചായിരുന്നു കേട്ടോ. പിന്നെ കുറേ കാലത്ത് ഉപയോഗിക്കാറില്ല. പിന്നെ ഇവിടുന്ന് പൊരണം വാങ്ങി വീണ്ടും ഇട്ട് കൈമ ചെമ്പും വെങ്കലം. അപ്പോൾ ആൾ പറഞ്ഞത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ പിന്നെ നോക്കിയപ്പോൾ $10 അപ്പോൾ അതോരം വാങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടായിരുന്നു. ചെറിയൊരു ചാനലാണ്. അതിനൊരു വീഡിയോ എടുത്തിട്ട് പിന്നെന്താ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ആളുടെ മൊബൈൽ കാണിച്ചെന്ന് എന്നോട് പേരടിച്ച് കൊടുക്കാൻ പറഞ്ഞ ആൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എനിക്കുള്ള കൂട്ടുകാരന്മാരിൽ പോലും എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു കമൻറ്റ് നിങ്ങളുടെ പേരടിക്കില്ല. അപ്പോൾ എനിക്കറിയാം ആരെങ്കിലൊക്കെ ഉണ്ടെന്ന്. അപ്പോഴാണ് നേപ്പാളിൽ നിന്നൊരു ചേട്ടൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. ഒരു പരിചയമില്ലാത്ത ചേട്ടൻ. വളരെയധികം സന്തോഷമായി. അങ്ങനെ അതൊക്കെ കണ്ട് ആൾക്ക് ഹായും ബായൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പതുക്കെ ബാക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ 2 സുന്ദരി 2 വെറൈറ്റി ഫ്ലേവർ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ കഴിച്ചു നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങാം. രണ്ടും അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിയൊന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ കുക്കീസിൻ്റെ സെക്ഷനിലേക്ക് വെറൈറ്റി ഓഫ് കുക്കീസാണ് അവിടെ ഉള്ളത്. ന്യൂട്ടെല്ല, പീനട്ട്, അങ്ങനെ ഒരു ഓറിയോ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കുക്കീസ് ഉണ്ട്. അത് കണ്ട് നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് പിന്നെ പോവാട്ടോ. അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ ഒരു ഗീവ് അവേ എന്നൊരു ബോർഡിൽ കണ്ടില്ല. അവിടെ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ട് ഒരു ബോക്സ് ഉണ്ട്, അതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗീവ് അവേ കിട്ടി കഴിഞ്ഞാൽ $110 ഒരു ഐറ്റം കിട്ടും, ഒരു കിറ്റ് കിട്ടും. അതിങ്ങനെ പെറ്റ് ഫുഡ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ വാഷ്റൂമിലേക്ക് വന്ന് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇട്ടന്നത്തെ. ഇത് നാട്ടിൽ നിന്ന് വന്ന ടീഷർട്ടാണ്. കുറേ കൊല്ലമായി, 2 കൊല്ലമായി, അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിടുമ്പോൾ എന്തോ വയറ് ചാടികൾ തോന്നുന്നുണ്ട്. അത് തോന്നൽ മാത്രം കേട്ടോ, വയറ് ചാടിയല്ല. പിന്നെ അവിടെ നിന്ന് വാങ്ങിയ നമ്മുടെ കൈമരണ വാളയൊക്കെ ഒന്ന് നോക്കി തിരിച്ചും മറിച്ചൊക്കെ നോക്കി നമ്മൾ മാർക്കറ്റ് കണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഈ കാണുന്ന ഹോളിൻ്റെ തരുന്ന നേരത്തെ കാണിച്ചില്ലേ. ഞാൻ വിചാരിച്ച പോലെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അല്ല ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്മസിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പരിപാടികളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചത് അതായിരുന്നു. പക്ഷേ സംഭവം അതല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ അകത്തുണ്ടായത്. വലിയ മഹാസംഭവം എന്നൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് എൻട്രി ഫീ ഇല്ല, ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു കുക്കീസ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടാണ്. ഇവിടെ 50 പീസ് കവറൊക്കെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ അത്ര സംഭവം ബഹുലമല്ല പരിപാടികൾ. കുഴപ്പമില്ല എന്ന് പറയാം. കൂടുതലും എന്ന് പറയാം, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് വന്ന് കറങ്ങി പോവാം എന്നൊരു പരിപാടിക്ക് വരാം. നമുക്ക് വലിയ കാര്യം പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി. ഇത് ആൾ പറഞ്ഞത് ചെമ്പ്, പിച്ചള, അങ്ങനെ പിന്നെ ഒരു സാധനം പറഞ്ഞു ആൾ. അതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രക്തോട്ടം കാര്യങ്ങളൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞവർ. അപ്പം അങ്ങനെ ആളെ കണ്ടുകൊണ്ട് എനിക്കൊരു ബ്രേസ്ലെറ്റും കിട്ടി, ഒരു സബ്സ്ക്രൈബറേയും കിട്ടി. ആളെന്തിനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്കും തന്നെ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ചെറിയൊരു ചാനലാണ്, വളരെ നിസ്സാരം. അത് ഇങ്ങനെയാണ് എല്ലാവരും തുടങ്ങണത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ കുറേ ആൾക്കാരെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വരുന്നവരും പോണവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നാണ് ചാനൽ. അപ്പോൾ എന്തായാലും ഒരു സബ്സ്ക്രൈബർ കിട്ടി, ഫ്രീ ആയിട്ട് ഇവിടെ വന്ന കാരണം. പിന്നെ ഞാൻ വാങ്ങിയ കുക്കീസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കുക്കീസാണ് ഞാൻ അവിടെ വന്നിട്ട് വാങ്ങിയത്. ഇതിന് $8 ഒരു ബോക്സ്. ഇതിൽ 10-12 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു കുക്കീസ് വാങ്ങി. ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ പിന്നെ ഒന്നും വാങ്ങിയില്ല എന്ന് പറയില്ല. ഒന്നും വാങ്ങാതെ പോയി. നമ്മൾ 2 സാധനം വാങ്ങി. അപ്പോൾ നമുക്കൊരു $18 ഇവിടെ ചിലവായത്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളൂ. ഇതിങ്ങനെ ക്യാമറ വെച്ചപ്പോൾ താന്നു പോയി. അതാണ് ഈ സ്റ്റീറിങ് നിങ്ങൾക്ക് കാണുന്ന പകുതി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോനെ സപ്പോർട്ട് ചെയ്ത് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഉയർത്തി കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെയുള്ള വീഡിയോകളൊക്കെ ക്രിസ്മസിന് സംബന്ധമായ കുറേ വീഡിയോകൾ ഉണ്ടാവും. ഞാൻ കുറേ ക്രിസ്മസ് മാർക്കറ്റ് പരിപാടികൾക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇതുപോലെയാണെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ടവിടെ കാര്യമില്ല. കാരണം പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്രിസ്മസിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.